പാലക്കാട് കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ട കർഷകന്റെ മരണം നെഞ്ചിനും വയറിനുമേറ്റ പരിക്കു മൂലമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വാരിയെല്ലും നട്ടെല്ലും പൊട്ടിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മണ്ണാർക്കാട് എടത്തനാട്ടുകരയിൽ തിങ്കളാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് കാട്ടാന മനുഷ്യജീവനെടുത്തത്. എടത്തനാട്ടുകര കോട്ടപ്പള്ള MES പടിയിൽ താമസിക്കുന്ന ഉമ്മർ വാൽപ്പറമ്പനാണ് കൊല്ലപ്പെട്ടത്. വനത്തിനോട് ചേർന്ന ചോലമണ്ണ് മേഖലയിലെ കൃഷിസ്ഥലത്തേക്ക് പോകുന്നതിനിടെ ടാപ്പിംഗ് തൊഴിലാളിയായ ഉമ്മർ ആനയുടെ മുന്നിൽ അകപ്പെടുകയായിരുന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ആനയുടെ ചവിട്ടേൽക്കുകയായിരുന്നു. തുടർന്ന് തുമ്പിക്കൈകൊണ്ട് എടുത്തെറിഞ്ഞതാകാമെന്നാണ് നിഗമനം. രാവിലെ ജോലിക്കായി ഇറങ്ങിയ ഉമ്മർ ഉച്ചയായിട്ടും തിരിച്ചുവരാത്തതിനെ തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും തിരഞ്ഞിറങ്ങിയപ്പോഴാണ് മരിച്ചു കിടക്കുന്നത് കണ്ടത്. ആനയുടെ ആക്രമണത്തിലാണ് ഉമ്മർ മരിച്ചതെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു. കർഷകന്റെ മരണം നെഞ്ചിനും വയറ്റിനുമേറ്റ പരിക്ക് മൂലമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ട്. വാരിയെല്ലും നട്ടെല്ലും പൊട്ടിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വനമുദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയാണ് മൃതദേഹം പാലക്കാട് ജില്ലാശുപത്രിയിലേക്ക് മാറ്റിയത്. രാത്രി 7:30യോടെയാണ് മൃതദേഹം ആംബുലൻസിനരികെ എത്തിച്ചത്. രാത്രി 9:30യോടെ ജില്ലാശുപത്രിയിൽ എത്തിച്ചു. വന്യജീവി ആക്രമണം മൂലം ഒരു നാട് തന്നെ കുടിയിറക്കപ്പെട്ട സ്ഥലമാണ് ചോലമണ്ണ്. പലതവണ ഇതൊരു മരണത്തിൽ എത്തിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതിപ്പോ ആരും ഒന്നും കൂടെ പറയില്ല. ഇപ്പൊ ഞാൻ പറയാം ജനപ്രതിനിധി പലവട്ടം ഫോറസ്റ്റ് ഓഫീസിൽ കൂടി ഇന്നിപ്പോ ഈ ഫോറസ്റ്റ് ഓഫീസിൽ ഈ സമയത്ത് ഈ ആനയുടെ ആക്രമണം നടക്കുമ്പോൾ ഒരാളെ വിളിച്ചിട്ട് ഇവിടെ പോലീസ് പോയിക്കോളി. പോലീസിന്റെ ഇവിടെ റോഡില്ല. റേഞ്ചർ റോഡാണ് നടത്താണ്. പോലീസ് മലയിലൂടെ 3 കിലോമീറ്റർ 4 വീല് ജീപ്പിൽ പോയിട്ട് വേണം ബോഡി എടുത്ത് കൊണ്ടുവരാൻ. ഈ ചോലമണ്ണ് ആ മലയില് നല്ല മഴയായിരുന്നു. അപ്പോൾ മുകളിൽ 3 കിലോമീറ്റർ 4 വീല് ജീപ്പിലാണ് ബോഡി താഴത്തേക്ക് ഇറക്കിയത്. അതിനുശേഷമാണ് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. രാവിലെ കൊണ്ടുപോയ ചായ മറ്റേ പലഹാരമൊക്കെ മറ്റേ പുറത്ത് ബാഗിൽ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. കാട്ടാന എപ്പോഴും ഉള്ള സ്ഥലമാണ്. അത് അധികൃതരെ പല പ്രാവശ്യം അറിയിച്ചിട്ടുണ്ട്. ആൾതാമസം കുറവാണ്. ആൾതാമസം ആദ്യം ഉണ്ടായിരുന്നു 40 വീടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 5 വീട് 6 വീടുള്ളൂ ഇവിടെ നിലവിലില്ല. ആനശല്യം കാരണം എല്ലാ ആളുകളും അവിടുന്ന് താഴെ പൊൻപാറ സ്ഥലത്തേക്ക് എടത്തനാട്ടുകര കോട്ടപ്പള്ള സ്ഥലത്തേക്കും താമസം മാറി പോന്നു. കുറെ ആളുകൾ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചുപോയി. മൃതദേഹത്തിൽ പരിക്കുകള് മുഖത്ത് പരിക്ക് ഉള്ളതായിട്ടാണ് കണ്ടത്. അങ്ങനെയാണ് സാധ്യത. ഇവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആനയുടെ കൂട്ടത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. മറ്റേ അങ്ങാടിയിലേക്ക് തന്നെ ആന ഇറങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 4 ആനകൾ വന്നിട്ട് 2 ആന പകല് അവിടെ തമ്പടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ആളുകൾ ഭയങ്കര ഭീതിയിലായിരുന്നു. UTV ന്യൂസ് പാലക്കാട്.